യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുമ്പോൾ ആരാണ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കലിൽ ഈ കഞ്ചാവ് വിതരണം നടത്തിയത്, അവരുടെ കൊടിയുടെ നിറം എന്താണ് എന്നുകൂടി നമുക്ക് കൂടി ഒന്ന് പരിശോധിച്ചു വരാം. നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതാണ് യഥാർത്ഥത്തിൽ കളമശ്ശേരിയിൽ സംഭവിച്ചത്. കളമശ്ശേരിയിൽ ഗവൺമെന്റ് പോളിടെക്നിക്കലിലേക്ക് കഞ്ചാവ് എത്തിച്ചത് ആരാണ്? ഒരു ഇതര സംസ്ഥാന തൊഴിലാളി, എക്സ് എന്ന് വിളിക്കാം, ഇയാളുടെ പേര് നമുക്കറിയില്ല. ഏതോ സംസ്ഥാനത്തിൽ നിന്ന് ഇവിടെ പണിയെടുക്കാനെത്തിയ, കാലങ്ങളായി കേരളത്തിലേക്ക് കഞ്ചാവ് സപ്ലൈ ചെയ്യുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളി. ഇയാൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് വര വിരിച്ചിരിക്കുന്നത്. ഈ ഇതര സംസ്ഥാന തൊഴിലാളി ആദ്യം കൊടുക്കുന്നത് ഈ നിൽക്കുന്ന ആഷിക്കിനാണ്. ആഷിക്കും ഷാലിക്കും പാർട്ട്ണർമാരായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ആഷിക്കിൻ്റെ രാഷ്ട്രീയം വ്യക്തമല്ല, ഇതിൽ ഷാലിക്കിൻ്റെ രാഷ്ട്രീയം വ്യക്തമാണ് താനും. ഷാലിക്ക് 2022, 23, 24 കാലഘട്ടങ്ങളിൽ പോളിടെക്നിക്കിൽ KSUവിൻ്റെ ഭാരവാഹിയായിരുന്നു എന്ന് മാത്രവുമല്ല, ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രം കൂടി ഞാൻ കാണിക്കാം. അതായത് ഈ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്ന് കിലോ കണക്കിന് കഞ്ചാവ് വാങ്ങി കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിൽ വിതരണത്തിനെത്തിച്ചിരുന്നതിൻ്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഇന്ന് പിടിയിലായിരിക്കുന്ന ആഷിക്കിലും ഷാലിക്കിലും, ഷാലിക്ക് കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ KSUവിൻ്റെ വലിയ ഭാരവാഹിയായിരുന്നു എന്നത് മാത്രമല്ല, KSUവിൻ്റെ അംഗത്വം വിതരണം ചെയ്യുന്നയാൾ കൂടിയായിരുന്നു ഇയാൾ. ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ചിത്രമാണ് കാണുന്നത്. വോയിസ് ഓഫ് പോളി എന്ന KSUവിൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പേജിലുണ്ടായിരുന്ന ചിത്രമാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇയാളാണ് ഈ പറയുന്ന ഷാലിക്ക് KSUവിൻ്റെ അംഗത്വം വിതരണം ചെയ്യുന്നയാളാണ്. അയാളാണ് ഇപ്പോൾ പിടിയിലായി റിമാൻഡിലായിരിക്കുന്ന മൊത്ത കച്ചവടക്കാരൻ എന്ന് പറയുന്നത്. ഇയാൾ കൊടുത്തത് 3ാം വർഷ വിദ്യാർത്ഥിക്കാണ്. ഇയാളെ ഇപ്പോൾ പോലീസ് തിരയുന്നുണ്ട്, കൊല്ലംകാരനാണെന്ന് മനസ്സിലാക്കുന്നു. ആ 3ാം വർഷ വിദ്യാർത്ഥിയിൽ നിന്ന് വാങ്ങിയാണ് ആകാശ് മുറിയിൽ ഇത് വെച്ചത് എന്നതാണ് പോലീസിൻ്റെ അനുമാനം. ഈ ആകാശിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് നമ്മൾ ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചു. നിലവിൽ ആകാശ് ഏതെങ്കിലും സംഘടനയിൽ അംഗമാണോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിച്ചപ്പോൾ അതിൽ നിർണായകമായ മൊഴി ലഭിച്ചത് ആദിലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ്. ആദിൽ ഈ ആകാശിനെ കുറിച്ച് പറഞ്ഞത് നമുക്കൊന്ന് കാണാം. അപ്പോൾ നിലവിൽ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്ന് ആഷിക്കും KSUവിൻ്റെ നേതാവായ ഷാലിക്കും കൂടി ചേർന്ന് വലിയ ക്വാണ്ടിറ്റി കഞ്ചാവ് വാങ്ങുന്നു. നിലവിൽ ഇത് 2 കിലോഗ്രാം ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ ഇപ്പോൾ KSUവിലില്ല, പക്ഷേ ഇയാൾ KSUവിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നുവെന്നും KSUവിൻ്റെ അംഗത്വം വിതരണം ചെയ്യാൻ പോലും തക്ക വലിയ ഉയർന്ന നേതൃസ്ഥാനം വഹിച്ചിരുന്നയാളാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അയാൾ 3ാം വർഷ വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നു. അയാളിൽ നിന്ന് ആകാശ് എന്ന് പറയുന്നയാളത് വാങ്ങുന്നു. ആകാശും ഇപ്പോൾ റിമാൻഡിലാണ്. ആകാശിൻ്റെ റൂമിൽ നിന്നാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. ആകാശിൻ്റെ സഹവാസിയായ ആദിൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ ആദിൽ KSUവിൻ്റെ പാനലിൽ മത്സരിച്ച് നിലവിൽ അവിടെ ആർട്സ് ക്ലബ് സെക്രട്ടറിയായിട്ട് മത്സരിച്ച് പരാജയപ്പെട്ടയാളാണ്, KSUവിൻ്റെ നേതാവാണ്. ആ ആദിൽ ഇപ്പോൾ റിമാൻഡിലുള്ള ഈ ആകാശിനെ കുറിച്ച് കൂടി പറയുന്നത് നമുക്കൊന്ന് കേട്ടുവരാം. ആകാശ് ഭാരവാഹിയാണോ? പക്ഷേ